പത്തരമാറ്റിൻ്റെ കിടില എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദർശ് ജ്വല്ലറിയിലുണ്ടായ കള്ളത്തരങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നന്ദുവിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. നന്ദു നമ്മുടെ ജ്വല്ലറി മനഃപൂർവ്വം ഇല്ലാതാക്കാൻ ആരോ ശ്രമിക്കുന്നുണ്ട്. എന്താണെന്ന് ഓർത്തിട്ട് എനിക്ക് എത്തും പിടി കിട്ടുന്നില്ല. ആ സമയത്ത് നന്ദു പറയുന്നുണ്ട്, ആദർശേട്ടാ സത്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു. സത്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം അത് കേട്ട് ആകെ ഷോക്കായി നിൽക്കുകയാണ്. എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ആദർശേട്ടനെ വിളിച്ച് ഞാൻ കാര്യങ്ങളൊന്നും ചോദിക്കാതിരുന്നത്. ഞാൻ എന്തായാലും എൻ്റേതായ രീതിയിൽ അന്വേഷിക്കാമെന്ന് കരുതി. എന്തായാലും ജ്വല്ലറി വലിയൊരു ചതി തന്നെ സംഭവിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല മീറ്റിങ്ങിൻ്റെ സമയത്ത് എനിക്ക് ഉറക്കം വരാൻ ഒരു സാധ്യതയുമില്ല. ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. അബോധമായ അവസ്ഥയിലായിരുന്നു. എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് ആദർശ് പറയുന്നുണ്ട്. ഒരു പെൺകുട്ടി എനിക്ക് ജ്യൂസുമായി വന്നിരുന്നു. അവളെക്കുറിച്ച് അന്വേഷിച്ച സമയത്ത് അങ്ങനെ ഒരു പെൺകുട്ടി അവിടെ ഇല്ല എന്നാണ് എനിക്ക് അറിയാൻ പറ്റിയത്. ആ ജ്യൂസിൽ എന്തോ കലർത്തിയിട്ടുണ്ട്. ആ ജ്യൂസ് വാങ്ങി കുടിച്ചതാണ് എനിക്ക് പറ്റിയ അബദ്ധം. എന്നെ മനഃപൂർവ്വം ആരോ ചതിക്കാൻ ശ്രമിച്ചതാണ്. ആ സമയത്ത് നന്ദു പറയുന്നുണ്ട്, ഏട്ടൻ വിഷമിക്കേണ്ട, എന്തായാലും നമുക്ക് കാര്യമായി തന്നെ അന്വേഷിക്കാം. ഹോട്ടലിലെ CCTV എല്ലാം പരിശോധിക്കാം. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, അനന്തപുരിയിൽ ആരോ കാര്യമായി തന്നെ കളിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഓരോ നീക്കവും ശത്രുക്കൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ നന്ദു പറയുന്നുണ്ട്, ഇനി എന്തായാലും വൈകിക്കേണ്ട, നമുക്ക് അങ്ങോട്ട് യാത്ര തിരിക്കാമെന്ന് പറയുകയാണ്. നന്ദു ഇനി അധികം താമസിക്കേണ്ട, ഇനി നമ്മൾ അധികം വൈകുന്നതനുസരിച്ച് ശത്രുക്കൾക്ക് അതൊരു വളമാകും. എന്തായാലും പെട്ടെന്ന് തന്നെ സത്യങ്ങൾ കണ്ടുപിടിക്കണം എന്നൊക്കെ ആദർശ് പറയുകയാണ്. അങ്ങനെ നയനെ വിളിച്ച് ആദർശ് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ ആദർശിനോട് പറയുന്നുണ്ട്, ആദർശേട്ടാ ഇപ്പോൾ തന്നെ പോകണോ? യാത്ര പോയതിൻ്റെ ക്ഷീണമെല്ലാം മാറി വരുന്നില്ലേ ഉള്ളൂ. അത് കേട്ടോ ആദർശ് പറയുന്നുണ്ട്, ഞാൻ ഇനിയും വൈകിയാൽ അത് മൂർത്തി ജ്വല്ലറിയുടെ തകർച്ചയിലേക്ക് പോകും. ശത്രുക്കൾ ഇനിയും ഒരുപാട് കളികൾ കളിക്കും. അതിനു മുൻപ് തന്നെ സത്യങ്ങൾ കണ്ടുപിടിക്കണം. ഞാനും വരണമെന്ന് ഞാനെ ചോദിക്കുന്ന സമയത്ത്, വേണ്ട ഞാനെ, നന്ദു ഉണ്ടല്ലോ, മാത്രമല്ല നവീനെയും കൂടെ കൂട്ടണം എന്ന് ആദർശ് പറയുന്നുണ്ട്. അങ്ങനെ അവർ അങ്ങോട്ടേക്കുള്ള യാത്ര തിരിക്കുകയാണ്. അങ്ങനെ അവിടെ ചെന്നിട്ട് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ ആ ഹോട്ടലിൽ പോയി ആ പെൺകുട്ടിയെക്കുറിച്ച് അന്വേഷിക്കുന്ന സമയത്താണ് ഒരുപാട് സത്യങ്ങൾ നന്ദു ആദർശം മനസ്സിലാക്കുന്നത്. അങ്ങനെ വളരെ നെട്ടലോട് കൂടി നിൽക്കുകയാണ് ആദർശ്. അങ്ങനെ ഒരു സ്റ്റാഫ് ഹോട്ടലിൽ ഇല്ലെന്നും മനഃപൂർവ്വം മൂർത്തി ജ്വല്ലറി ഇല്ലാതാക്കാൻ ജ്വല്ലറി കളിച്ചതാണെന്ന് സത്യം ആദർശ് മനസ്സിലാക്കുകയാണ്. അങ്ങനെ പെൺകുട്ടിയുടെ അഡ്രസ്സും കയ്യിൽ വാങ്ങി ആ പെൺകുട്ടിയെ അന്വേഷിക്കാൻ വേണ്ടി നന്ദു ആദർശം നവീനും പോവുകയാണ്. അങ്ങനെ അവളുടെ വീട് ആദർശം നന്ദുവും കണ്ടുപിടിക്കുകയാണ്. പോലീസ് വേഷത്തിൽ വരുന്ന നന്ദുവിനെ കണ്ട് ആകെ പേടിച്ച് നിൽക്കുകയാണ് ആ പെൺകുട്ടി. അങ്ങനെ നന്ദുവിനെ കണ്ട ആ പെൺകുട്ടി ഓടാൻ നോക്കുന്ന സമയത്ത് നന്ദു പിറകെ വന്ന് പിടിക്കുന്നുണ്ട്. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് സത്യങ്ങൾ പറയിപ്പിക്കാൻ നന്ദു ശ്രമിച്ചെങ്കിലും ആ പെൺകുട്ടി സത്യം പറയാൻ കൂട്ടാക്കിയില്ല. ഒടുവിൽ നന്ദുവിൻ്റെ ഓരോ ചോദ്യങ്ങൾക്ക് ഉത്തരം മുട്ടിയിട്ട് ആ പെൺകുട്ടി സത്യം പറയുകയാണ്. ജ്വല്ലറിക്കാരാണ് തന്നെ ഏർപ്പാടാക്കിയതെന്നും ഇവരെ എന്തെങ്കിലും കൊടുത്ത് മയക്കണമെന്നും ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ടാക്കിയതെന്നും ജ്വല്ലറി ഉള്ളവർ തന്നോട് പറഞ്ഞു എന്നും ആ പെൺകുട്ടി പറയുന്നു. ആ സമയം ആദർശ് ചോദിക്കുന്നുണ്ട്, അനന്തപുരിയിലുള്ള ആരെങ്കിലും ജ്വല്ലറിക്ക് നിന്നെ പോലെ സഹായം നൽകുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ആ പെൺകുട്ടി ഒന്നും പറയാതെ തല താഴ്ത്തി നിൽക്കുകയാണ്. നീ സത്യങ്ങളെല്ലാം പറഞ്ഞേ പറ്റൂ, സത്യങ്ങൾ തുറന്നു പറഞ്ഞ ശിക്ഷയിൽ ഇളവ് തരാം, അല്ലെങ്കിൽ ജീവിതാവസാനം വരെ നീ ജയിലിൽ കിടക്കേണ്ടി വരും എന്ന് നന്ദു പറയുകയാണ്. അങ്ങനെ പേടിച്ചിട്ട് ആ സ്റ്റാഫ് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിൽ അവന്തിക എന്ന പെൺകുട്ടിയുണ്ടോ? അവളാണ് നിങ്ങൾക്ക് എതിരായി കളിക്കുന്നത്. അവളുടെ കൂടെ വേറൊരാളും കൂടിയുണ്ട്. അത് അവളുടെ അച്ഛനാണ് എന്നാണ് പറഞ്ഞത്. എന്തായാലും അവന്തികയാണ് മൂർത്തി ജ്വല്ലറി ഇല്ലാതാക്കാൻ വേണ്ടി അനന്തപുരിയിലേക്ക് എത്തിയത്. അവൾക്ക് അവളുടെ അച്ഛനും അനന്തപുരിയിലുള്ളവരോട് നല്ല പകയുണ്ട്. അവളുടെ അച്ഛനെ ഇറക്കി വിട്ടു എന്നാണ് അവൾ പറയുന്നത്. അവളുടെ ഏട്ടനും അമ്മയ്ക്ക് അനന്തപുരിയിലുള്ളവരോട് വലിയ പകയുണ്ട്. പക്ഷേ ഈ കളിയിൽ അവന്തിക മാത്രമേ ഉള്ളൂ. അവളുടെ ഏട്ടനും അവളുടെ അമ്മയും ഇല്ല. അനന്തപുരിയിലുള്ളവരുടെ പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടി അവൾ അവളുടെ അമ്മയ്ക്ക് ഏട്ടനും എതിരായി നിന്നു. അത് കേട്ട് ആദർശ് പറയുന്നുണ്ട്, നീ എന്താണ് ഈ പറയുന്നത്? അവന്തികയോ? ഒരിക്കലും അവൾ അങ്ങ് ചെയ്യില്ല. അനന്തപുരിയുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കുട്ടിയാണ് അവൾ. മുത്തശ്ശെ മൂർത്തി ജ്വല്ലറിയുടെ MD ആക്കാൻ തീരുമാനിച്ചത് അവളെയാണ്. അത് കേട്ട പെൺകുട്ടി പറയുന്നുണ്ട്, നിങ്ങളെ അവൾ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. കാരണം അവൾ സംസാരിക്കുന്നതെല്ലാം ഞാൻ കേൾക്കാറുണ്ട്. അവന്തിക മേഡം പലതവണ സംസാരിക്കുന്നത് അവന്തിക മേഡത്തിൻ്റെ അച്ഛനോട് സംസാരിക്കുന്നത് ഞാൻ കേൾക്കാറുണ്ട്. മൂർത്തി ജ്വല്ലറി ഇല്ലാതാക്കാൻ വേണ്ടി അവന്തികയുടെ അച്ഛനും കാര്യമായി തന്നെ ശ്രമിക്കുന്നുണ്ട്. മൂർത്തി ജ്വല്ലറി സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ജ്വല്ലറി ഉള്ളവരോട് ചോർത്തി കൊടുത്തത് അവന്തികയാണ്. മൂർത്തി ജ്വല്ലറിയുടെ എല്ലാ ഡീലും കാര്യങ്ങളും അവന്തിക മേഡം ചോർത്തി കൊടുത്തു. അതോടുകൂടി ആദർശന് സത്യങ്ങളെല്ലാം മനസ്സിലാവുകയാണ്. അങ്ങനെ അവന്തികയുടെ എല്ലാ ചതികളും ആദർശൻ നന്ദു മനസ്സിലാക്കുകയാണ്. അങ്ങനെ അവന്തികയുടെ കള്ളത്തരങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം നന്ദു അവന്തികയെ തേടി മൂർത്തി ജ്വല്ലറിയിൽ എത്തുകയാണ്.
അങ്ങനെ അവന്തികയോട് നന്ദു പറയുന്നുണ്ട്, അവന്തികയെ നിന്റെ എല്ലാ കള്ളത്തരങ്ങളും ഞാൻ കണ്ടുപിടിച്ചു. നാഗേന്ദ്രനാണല്ലേ നിന്റെ അച്ഛൻ. ആ സമയം ആദർശ് അങ്ങോട്ട് വരികയാണ്. അവന്തികയെ ഇനി നിന്റെ കള്ളത്തരങ്ങൾ ഇവിടെ നടക്കില്ല. ഞങ്ങൾ സത്യങ്ങളെല്ലാം അറിഞ്ഞു. ആദർശിന്റെ ചോദ്യം കേട്ട് ആകെ നെട്ടി നിൽക്കുകയാണ് അവന്തിക. ആ സമയം ദേവയാനി അങ്ങോട്ട് വരുന്നുണ്ട്. ദേഷ്യം സഹിക്കാതെ അവന്തികയുടെ മുഖത്ത് ആഞ്ഞടിക്കുകയാണ് ദേവയാനി. അങ്ങനെ നന്ദു അവന്തികയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്.